മക്കളെ ഇതാണ് നമ്മുടെ ജിമ്മിൽ ഷൈബി ചേച്ചി ജിമ്മിൽ ജോയിൻ ചെയ്യാൻ വന്നപ്പോ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയിറക്ക നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചെറിയ പുഞ്ചിരിയോടുകൂടി നമുക്ക് നോക്കാൻ ചേച്ചി എന്ന് പറഞ്ഞു. ചേച്ചി ഇപ്പൊ കുറച്ച് നാളുകളായി വന്ന്. അപ്പൊ ചേച്ചി ആളാകെ മാറിപ്പോയിട്ടാ. ചേച്ചി ഭയങ്കര ഹാപ്പിയുമാണ്. ഇവിടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യണുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും അത് കൃത്യമായിട്ട് ചെയ്യണുണ്ട്. അതുപോലെ വെയിറ്റ് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിലും ആള് ഫോം കറക്റ്റ് ചെയ്ത് ചെയ്യണ്ട കേട്ടോ. എല്ലാ കാര്യങ്ങളും അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണ ഒരാളായി മാറിയേക്കാണ്. ഷൈബി ചേച്ചി അവിടെ നിന്ന് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഷൈബി ചേച്ചിനോട് കുറച്ച് കാര്യങ്ങൾ വയ്ക്കാം. ജിമ്മിൽ വന്നിട്ട് എനിക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബ്ലഡിൽ ഷുഗർ ലെവൽ ഇച്ചിരി കൂടുതലായിരുന്നു, അത് കൺട്രോൾ ആയിട്ടുണ്ട്. പിന്നെ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അത് പിന്നെ വരുന്നില്ല, അധികം വന്നിട്ടില്ല. ഇല്ലാതുകൊണ്ട് കുഴപ്പമില്ല, ഒരു ആരോഗ്യം തോന്നുന്നുണ്ട്. ഡയറ്റ് നോക്കുമ്പോൾ മധുരമൊക്കെ ഉപേക്ഷിച്ച് പഞ്ചസാര ഒന്നും കഴിക്കണില്ല. പിന്നെ കാലിൻ്റെ കണ്ണങ്കാലിനൊരു വേദനയില്ലായിരുന്നു, അതൊക്കെ പോയി. അത് പ്രത്യേകിച്ച് സന്തോഷമാണ്. ഒരു ഫിറ്റ്നസ്, ഒരു എന്താ ശരീരം ബോഡി ഒരു ഫിറ്റായ മാതിരി തോന്നുന്നു. അത് തോന്നുന്നുണ്ട് കുറച്ചുകൂടെ മുമ്പ് വരായിരുന്നു. എനിക്ക് തോന്നുന്നുണ്ടായി കുറച്ചുകൂടെ മുമ്പ് വരായിരുന്നു. അപ്പം ഷുഗർ ലെവലൊക്കെ അങ്ങോട്ട് കൂടില്ലായിരുന്നു, അതൊക്കെ കൺട്രോളിൽ നോർമലായിട്ട് പോയിക്കോട്ടെ തന്നെയായിരുന്നു. അത് ശരിയാണ്, ഇച്ചിരി നേരത്തെ വരായിരുന്നു. ഇപ്പൊ ഹാപ്പിയാണ്, കണ്ടിന്യൂസ് വരുന്നുണ്ട്. ജിമ്മിനെ പറ്റി കൂടുതൽ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അവനവൻ്റെ ഹെൽത്ത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും തരത്തിലൊരു എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. അത് നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കും. നല്ല കാര്യങ്ങളാണ്. വീട്ടിൽ വെറുതെ ഇരുന്ന് ഷുഗറും പ്രഷറൊക്കെ വന്ന് മനസ്സും ഭയങ്കര വിഷമമായിട്ടിരിക്കുന്നതിനും നല്ലതാണ് എന്തെങ്കിലും ഒരു എക്സസൈസൊക്കെ. ഏത് രീതിയിലാണെങ്കിലും എന്തിലാണെങ്കിലും അത് പോവുക, സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുക. ഷൈബി ചേച്ചി പറഞ്ഞ പോലെ എല്ലാവരും ഫിറ്റ്നസ് നോക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക.